സച്ചി അർച്ചനയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയാണെങ്കിൽ ആകെ അങ്ങ് ടെൻഷനിലാണ്. അന്നേരം എല്ലാ കാര്യങ്ങളും താൻ ആലോചിച്ച പോലെ തന്നെ നടക്കാൻ പോകുന്നത് എല്ലാം ഒരു കരയ്ക്കെത്തിച്ചു. നാളെ സന്ദീപും മാധുരിയുമായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ എന്തിനാ താൻ ഇത്രയ്ക്കും ടെൻഷൻ അടിക്കുന്നതെന്ന് സച്ചി ചോദിക്കുകയാണ്. അന്നേരം നാളെ വിവാഹം നടന്നാൽ മാത്രമേ എൻ്റെ ടെൻഷൻ മാറൂ എന്നൊക്കെ പറയുമ്പോൾ താനിങ്ങനെ ടെൻഷൻ അടിച്ചാൽ നമ്മളെങ്ങനെ സന്തോഷിക്കും? താൻ തന്നെ ഉചിതമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കുകയും അതൊക്കെ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ നേതാവായിട്ട് വച്ചിരിക്കുന്നത്. നേതാവ് സങ്കടപ്പെട്ട, നേതാവിന് സന്തോഷമില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എങ്ങനെ സന്തോഷിക്കും എന്നൊരു കോമഡി രൂപത്തിൽ സച്ചി അങ്ങ് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് അങ്ങ് ചിരി വരികയാണ്. അർച്ചന അത് ആലോചിച്ച് അങ്ങ് ചിരിക്കുമ്പോൾ സച്ചിയും അച്ഛൻ ചേർന്നങ്ങ് പൊട്ടി ചിരിക്കുകയാണ്. അന്നേരം സച്ചി പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമായി, എന്തായാലും താനൊന്ന് ചിരിച്ചല്ലോ. പക്ഷേ ഞാൻ അത്രയ്ക്ക് വലിയ കോമഡിയൊന്നും പറഞ്ഞില്ല, ഞാൻ അത്രയ്ക്ക് വലിയ കൊമേഡിയനും അല്ല. ഒന്നാമത് ഞാൻ പറയുന്ന കോമഡി ആർക്കും മനസ്സിലാകില്ല എന്നൊക്കെ അങ്ങ് സച്ചി പറയുമ്പോൾ സച്ചിയേട്ടൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു, അതുകൊണ്ടാണ് ചിരിച്ചത് എന്നൊക്കെ അർച്ചന പറയുകയാണ്. അന്നേരം എന്തായാലും സന്തോഷമായി. ഈ റൂമിനകത്ത് ഇത്രയും നാൾ കണ്ണീര് തളം കെട്ടി കിടക്കുകയായിരുന്നല്ലോ, ഇനി പൊട്ടിച്ചിരികൾ ഇനി ഇവിടെ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നത്. തനിക്ക് പൂർണ്ണമായും സന്തോഷമായില്ല എന്നെനിക്കറിയാം, അതിനെ കുറച്ചുകൂടി സന്തോഷപ്പെടുത്താം, അതിനുവേണ്ടി താനൊന്ന് കണ്ണടയ്ക്കാൻ പറയുകയാണ്. അന്നേരം എന്തിനാ ചോദിക്കുമ്പോൾ കണ്ണടയ്ക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് ചിരിച്ചുകൊണ്ട് തന്നെ അർച്ചന കണ്ണടച്ച് നിൽക്കുകയാണ്. തുടർന്ന് സച്ചിയാണെങ്കിൽ ഒരു പാക്കറ്റ്, ഒരു കവർ കൊണ്ടുവന്ന് കണ്ണടച്ച് നിൽക്കുന്ന അർച്ചനയുടെ കൈ പിടിച്ച് കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം അർച്ചന ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തുറന്ന് നോക്ക് എന്താണെന്ന് ഇങ്ങനെ സച്ചി പറയുകയാണ്. തുടർന്ന് അർച്ചന പാക്കറ്റ് തുറക്കുമ്പോൾ അതൊന്ന് ഉഗ്രം പട്ട് സാരിയാണ്. അന്നേരം ഇന്ന് ഷോപ്പിൽ പോയപ്പോൾ തനിക്ക് വേണ്ടി വാങ്ങിയതാണ്, ഇഷ്ടമാകുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും താനിത് സൂക്ഷിച്ച് വയ്ക്കണം, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന സമ്മാനമല്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് രണ്ടാമത്തെ കാര്യമല്ലേ, സച്ചിയേട്ടൻ എനിക്ക് സമ്മാനം തന്നല്ലോ, അത് തന്നെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ആ സാരി കൊണ്ടുപോയി കണ്ണാടിയുടെ മുമ്പിൽ നിർത്തിയിട്ട് അത് വെച്ച് നോക്കുകയാണ്. വാച്ചോ എന്നൊക്കെ പറഞ്ഞ് വെച്ച് നോക്കുകയും ആകെപ്പാട് സന്തോഷത്തിലാണ് അർച്ചന. ഒന്ന് സച്ചി പുറകെ ചെന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം സച്ചി ഓർക്കുന്ന ഡയറി വാങ്ങിച്ചതാണ്, അന്ന് അമ്മുവിന് വാങ്ങിച്ചു വെച്ചിരുന്ന സാരി അർച്ചന ഉടുത്തപ്പോൾ ഞാനത് ഉടുത്തപ്പോൾ സച്ചിയേട്ടൻ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ സങ്കടത്തോടു കൂടി ഡയറിയിൽ എഴുതിയ കാര്യമാണ് സച്ചി ഓർക്കുന്നത്. തുടർന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അർച്ചന സച്ചി എടുത്ത് സാരി കൊണ്ടുവന്ന് ഇങ്ങനെ പറയുകയാണ്. അന്നേരം സാരിയോ അതോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാരിയും സാരി തന്ന ആളിനെയും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ചേർത്ത് കെട്ടി പിടിക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് സച്ചി സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട്. അന്നേരം സച്ചി വീണ്ടും ഓർക്കുകയാണ് ആ ഡയറിയിൽ വിഷമിച്ച് അർച്ചന എഴുതിയ കാര്യങ്ങൾ ഇങ്ങനെ അത് വെട്ടിക്കളയുകയാണ്. എന്നിട്ട് ഡൺ എന്ന് എഴുതുന്നുണ്ട്, എന്ന് വെച്ചാൽ ആ കാര്യം സാധിച്ചു, അതും ഫിനിഷായി എന്നുള്ള രീതിയിൽ സച്ചി അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആതിരയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഒരുങ്ങി സാരിയൊക്കെ കൊടുത്ത് റെഡിയായിട്ട് ഇരിക്കുകയാണ്. തുടർന്ന് അനൂപ് മീരയോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എൻ്റെ ഫോണിലേക്ക് അയച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയാണ് ആതിര. തുടർന്ന് ബൈക്ക് എടുത്ത് അനൂപ് പോകുന്നുണ്ട്. അത് ജനലിൽ കൂടി ആതിര കാണുകയും ചെയ്യുകയാണ്. തുടർന്ന് ആതിര പെട്ടെന്ന് പേഴ്സും ഫോണും എടുത്ത് ഇറങ്ങുകയാണ്. അന്നേരം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മീര ഡി എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന മീര വിളിക്കുന്നുണ്ട്. നീ എങ്ങോട്ട് പോകുന്നു ചോദിക്കുമ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ അടിമുടി ഇങ്ങനെ ആതിരയെ നോക്കിയിട്ട് കമ്മലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി എന്ന് പറയുമ്പോൾ എന്താ വിശേഷിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല വെറുതെ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ സംസാരം ഓർക്കുമ്പോൾ നിന്നോട് മിണ്ടിക്കൂടാത്തതാണ്, എന്തായാലും നിൻ്റെ കല്യാണം ഞങ്ങളൊക്കെ ഇങ്ങ് ആലോചിച്ചുറപ്പിച്ചു, ഇനി നടത്തുക തന്നെ ചെയ്യും, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ, എന്തായാലും പോയൊന്ന് നല്ലോണം പ്രാർത്ഥിച്ചേക്കെന്ന് പറയുകയാണ്. അന്നേരം ആതിരയ്ക്ക് ഒരാശ്വാസമാകുന്നുണ്ട്. തുടർന്ന് ആതിര എന്ന് പറഞ്ഞിട്ട് അങ്ങ് പിറകിലെ വീടൊക്കെ നോക്കി അങ്ങ് ഇറങ്ങുകയാണ്. തുടർന്ന് ഇതേസമയം അർച്ചനയാണെങ്കിൽ കല്യാണത്തിന് പോകാൻ നല്ല സാരിയൊക്കെ കൊടുത്ത് റെഡിയായി ഒരുങ്ങി കണ്ണാടി മുമ്പിൽ നിന്ന് ഒന്നുകൂടിയൊക്കെ നോക്കുകയാണ്. അന്നേരം സച്ചി വരുന്നുണ്ട്. താൻ ഈ വേഷത്തിലാണോ കല്യാണത്തിന് പോകുന്നത്? ഈ സാരി തനിക്കൊരു ഗുമ്മില്ല, ഒരു ഭംഗിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആഡംബരത്തിലൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് അറിയാമല്ലോ, ഇത്രയൊക്കെ മതി എന്ന് പറയുകയാണ്. അന്നേരം താൻ ഏട്ടത്തിയമ്മയുടെയും പിന്നെ ചേച്ചിയുടെയും ഡബിൾ റോള് കളിക്കുകയല്ലേ, അപ്പോൾ ഇന്ന് ഇത്തിരി ആഡംബരമൊക്കെ ആകാം, തൻ്റെ അനിയത്തിയുടെയും എൻ്റെ അനിയൻ്റെയും കല്യാണമല്ലേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അപ്പോൾ ഞാൻ ഈ സാരി മാറ്റി വേറെ സാരി എടുക്കണം, അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അർച്ചനയാണെങ്കിൽ ഷെൽഫ് തുറക്കുകയാണ്. എന്നിട്ട് ഒരടുക്ക് സാരി അവിടെ നിന്ന് എടുത്തിട്ട് ഇതിലേതാണ് വേണം സച്ചിയേട്ടൻ തന്നെ സെലക്ട് ചെയ്യുമെന്ന് പറയുകയാണ്. തുടർന്ന് പക്ഷേ സച്ചി അവിടെ വേറെന്തോ ഒരു കള്ളത്തരം കാണിക്കാനാണ്. തുടർന്ന് സച്ചി പറയുകയാണ്, ഇതൊക്കെ ഒരു സാധാരണ സാരിയല്ലേ, താൻ ഇങ്ങോട്ട് മാറ് എന്ന് പറഞ്ഞിട്ട് അർച്ചനയെ പിടിച്ച് മാറ്റിയിട്ട് ഷെൽഫിൽ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കുകയാണ്. അർച്ചന അന്നേരം തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് സച്ചിയാണെങ്കിൽ അർച്ചനയെ നോക്കിക്കൊണ്ട് അകത്ത് നിന്ന് ഷെൽഫിൽ നിന്നും വേറൊരു സാരി ഇങ്ങനെ അകത്തുനിന്നുള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അത് അന്ന് അർച്ചന ഉടുത്തപ്പോൾ അമ്മുവിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന സാരി അർച്ചന ഉടുത്തപ്പോൾ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ, ആ സാരിയാണ് കൊടുക്കുന്നത്.
താൻ ഇതുടുക്ക് എന്ന് പറഞ്ഞിങ്ങനെ നീട്ടുമ്പോൾ അർച്ചനയുടെ മുഖം അങ്ങ് വല്ലാതാവുകയാണ്. അന്ന് സച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞതൊക്കെ ഓർത്ത് അർച്ചന അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, ഞാൻ അന്ന് തന്നപ്പോൾ താൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായും തൻ്റേതാകുന്ന ദിവസം മാത്രമേ വാങ്ങുള്ളൂ, ഇപ്പോൾ എൻ്റെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ, ഇനി താൻ വാങ്ങാതിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ഇത് ഉടുക്കാൻ വേണ്ടിയാണല്ലേ ഈ സാരി കൊള്ളില്ല എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സച്ചി അങ്ങ് വല്ലാതാവുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കള്ളത്തരങ്ങളെ കാണിച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ എൻ്റെ ഭർത്താവിനെ അറിയാമല്ലേ എന്നിങ്ങനെ സന്തോഷിച്ച് പറയുമ്പോൾ സച്ചി അങ്ങ് ചമ്മി നിൽക്കുകയാണ്. തുടർന്ന് അർച്ചന ആ സാരി അങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ തലയാട്ടുകയാണ് ചിരിച്ച് സച്ചിയെ നോക്കി. അന്നേരം സച്ചി അങ്ങ് തിരിച്ച് അതേപോലെ ചിരിച്ച് തലയാട്ടിയിട്ട് ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നേരം സച്ചി ഇങ്ങനെ പതിയെ അർച്ചനയെ നോക്കിയിട്ട് വാതിൽ പിടിച്ചങ്ങ് അടക്കുകയാണ് അർച്ചനയ്ക്ക് ഡ്രസ്സ് മാറാനായിട്ട്. എന്നിട്ട് ആ വാതിലടച്ചിട്ട് പുറത്ത് നിന്നിട്ട് സച്ചിയാണെങ്കിൽ ആ വാതിലിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ അർച്ചനയെ ഓർത്തങ്ങ് ചിരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സച്ചി അങ്ങനെ വാതിലും ചാരി നിൽക്കുമ്പോൾ സ്നേഹ വരുന്നുണ്ട്. സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ പുറത്ത് കാവൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അർച്ചന ഡ്രസ്സ് മാറുകയാണെന്ന് പറയുമ്പോൾ എടുത്ത് ഡ്രസ്സ് മാറുന്നതിന് സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടതെന്നും പറഞ്ഞ് സച്ചി താളം മാറ്റുകയാണ്. അന്നേരം ഓരോരോ കിന്നാരവുമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ ഏട്ടത്തി ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് സച്ചിയെ വാതിലിനെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് ഡോറ് തുറന്ന് സ്നേഹത്തിനകത്തേക്ക് കയറുകയാണ്. തുടർന്ന് സ്നേഹമാണെങ്കിൽ അകത്തേക്ക് ചെല്ലുമ്പോൾ അർച്ചന ആ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഏട്ടത്തി എന്ത് പണിയെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. എന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം ഏട്ടൻ മാറ്റി വെച്ച സാരിയല്ലേ ഇത്, ഏട്ടൻ കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് അഴിച്ചു വെച്ചോ എന്ന് പറയുകയാണ്. അന്നേരം ആര് കണ്ടാലും ഞാനിത് ഇനിയിപ്പോൾ അഴിച്ചു വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഇതിൻ്റെ പേരിൽ എന്നെ വഴക്ക് പറയുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞ് അർച്ചന അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അന്നേരം സ്നേഹമാണെങ്കിൽ ഒരു ഒത്ത് സമ്മതിക്കുന്നില്ല. ഏട്ടത്തി ഇവിടെ നിന്ന് ഞാൻ ആദ്യം സച്ചിയേട്ടനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അർച്ചനയെ റൂമിനകത്താക്കിയിട്ട് സ്നേഹ ആകെ അങ്ങ് ടെൻഷനിലാണ്. എന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് ഏട്ടാ ഞാനൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നും പറഞ്ഞ് സച്ചിയും ഗൗരവത്തിരിക്കുകയാണ്. അതേസമയം അർച്ചനയാണെങ്കിൽ ഡോറ് തുറന്ന് ഇങ്ങനെ തല പുറത്തേക്ക് ഇട്ട് നോക്കുകയാണ്. തുടർന്ന് സച്ചി പെട്ടെന്ന് അർച്ചനയെ അകത്തു നിന്നും പിടിച്ചിങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് ദേഷ്യത്തോടു കൂടി. എന്നിട്ട് അർച്ചനയോട് ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ്. അന്നേരം സ്നേഹ കയറി ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. സച്ചിയേട്ടൻ ഒന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ സ്നേഹം അങ്ങോട്ട് മുന്നിൽ നിന്ന് മാറി നില്ല് എന്ന് പറഞ്ഞ് സ്നേഹയെ പിടിച്ചൊരു ഒറ്റ തള്ളുകയാണ്. സ്നേഹം അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. മറ്റാരെക്കാളും ഈ സാരി ഇണങ്ങുന്നത് എന്ന ദേഷ്യത്തോടു കൂടി പറഞ്ഞതിന് ശേഷം സച്ചി അങ്ങ് കൈയും കേട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അർച്ചനയുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയുകയാണ് തനിക്ക് തന്നെയാണ് എന്ന് ചിരിച്ചുകൊണ്ടങ്ങ് പറയുന്നുണ്ട്. എന്നാൽ അർച്ചന അങ്ങ് ചിരിക്കുന്നുണ്ട്. അന്നേരം രണ്ടുപേരുടെയും ചിരി കാണുമ്പോൾ സ്നേഹയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. അന്ന് എന്തോ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ ഈ ഭംഗി എൻ്റെ കണ്ണിൽ പെട്ടില്ല എന്ന് അർച്ചനയെ നോക്കി സച്ചി ചിരിച്ചു പറയുമ്പോൾ അപ്പം രണ്ടുപേരും കൂടി എന്നെ തേച്ചതാണല്ലേ എന്നും പറഞ്ഞ് സച്ചി ഒരു തള്ളു കൊള്ളുകയാണ് സ്നേഹ. എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടത്തേക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാം അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് രണ്ടുപേരും കൂടി ഇത്രയൊക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങി എങ്ങോട്ട് പോവുകയാണെന്ന്. അന്നേരം രണ്ടുപേരുടെയും മുഖം ഒന്ന് പെട്ടെന്ന് ഉത്തരവില്ല. അന്നേരം എങ്ങോട്ടും അല്ല, വെറുതെ ഒന്ന് പുറത്തു പോകാനായിട്ട് എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ നൈസ് ഡിസിഷൻ, എന്തായാലും എൻ്റെ ഉയരങ്ങ് പോയി, ഈ സന്തോഷത്തിൽ നമുക്കൊരു സെൽഫി എടുത്താലോ എന്നും പറഞ്ഞ് അർച്ചനയെ സച്ചിയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് സ്നേഹ അവർ മൂന്നുപേരും കൂടെ ആയിട്ട് ചിരിച്ച് സന്തോഷിച്ചിട്ട് സെൽഫി എടുക്കുകയാണ്. തുടർന്ന് സച്ചിയും അർച്ചനയും സന്ദീപും കൂടി വീടിൻ്റെ സ്റ്റെയർ ഇറങ്ങി വരികയാണ്. അന്നേരം അവന്തിക ഇവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് സന്ദീപാണെങ്കിൽ ഇങ്ങനെ അർച്ചനയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ സച്ചി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടെന്ന്, അതിന് പോവുകയാണെന്ന്. അന്നേരം ഫ്രണ്ടിൻ്റെ മാരേജിന് നിങ്ങൾ പോയാൽ പോരെ, അതിന് സന്ദീപിനെ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം സന്ദീപാണെങ്കിൽ ഒന്നും പറയാതെ തിരിഞ്ഞങ്ങ് നിൽക്കുകയാണ്. അന്നേരം ഓഫീസിലേക്കാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് അവനെ അവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ സന്ദീപ് നിൻ്റെ വണ്ടി എവിടെയെന്ന് അവന്തിക ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ്, ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കൊണ്ടു നടക്കുന്നത്, അതും പണിയായിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ എൻ്റെ കാറെടുത്തോ ദാ കീ എന്നും പറഞ്ഞ് താക്കോല് കൊടുക്കുകയാണ്. അന്നേരം സച്ചി പെട്ടെന്ന് ഇടയ്ക്ക് കയറുകയാണ്. അത് വേണ്ട, നമ്മൾ പോകുന്ന വഴിക്ക് അവനെ ഡ്രോപ്പ് ചെയ്താളാന്ന് പറയുകയാണ്. അർച്ചന ഒന്നും മിണ്ടുന്നില്ല, ആകെ ഒരു പരിങ്ങിയ ഭാവത്തിൽ നിൽക്കുകയാണ്. എങ്കിൽ ശരി, മുഹൂർത്തം തെറ്റണ്ട, പൊയ്ക്കോ എന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ അർച്ചന ഇങ്ങനെ സൂക്ഷിച്ച് അവന്തിയെ തന്നെ നോക്കിയാണ്. തുടർന്ന് അവരങ്ങ് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് പക്ഷേ അവന്തിയാണെങ്കിൽ സംശയത്തോടു കൂടി അവരെ നോക്കി നിൽക്കുകയാണ്. ഇതേസമയം ആതിരയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. രജിസ്റ്റർ ഓഫീസിൻ്റെ മുന്നിൽ ഇവർ വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡ്. താങ്ക് യു.